സിറ്റി സ്കാൻ അപ്ഡേറ്റ്സിലേക്ക്. മുഖമില്ലാതെ പടച്ചുവിടുന്ന വ്യാജ ആരോപണങ്ങളും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചയാണ്. ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായി ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾ മാറിയിരിക്കുകയാണ്. സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഉയർത്തിവിടുന്ന ഈ ക്രിമിനൽ കുറ്റത്തെ പിടിച്ചുകെട്ടാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കും സാധിക്കുന്നില്ല. സർവ്വജനങ്ങളാൽ ആദരിക്കുന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയും കഴിഞ്ഞ ദിവസം ഉയർന്ന വ്യാജ ആരോപണങ്ങൾ വെറും ഒരു വ്യക്തിഹത്യ മാത്രമല്ല, ജനാധിപത്യ സംവിധാനത്തിന് നേരെയുള്ള വെല്ലുവിളി കൂടിയാണ്. ഒരു ആരോപണം ടൈപ്പ് ചെയ്ത് സെൻഡ് ബട്ടൺ അമർത്തുന്നതോടെ മിനിറ്റുകൾക്കുള്ളിൽ അത് ലക്ഷ്യത്തിലെത്തുന്നു. സത്യം ചെരിപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരുമെന്ന പഴമൊഴി സോഷ്യൽ മീഡിയ കാലത്ത് അന്വർത്ഥമാവുകയാണ്. വ്യാജ ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുമ്പോൾ തകരുന്നത് വ്യക്തികളുടെ അന്തസ്സ് മാത്രമല്ല, മറിച്ച് ഒരു നാടിന്റെ സമാധാനം കൂടിയാണ്. ആരോപണങ്ങളുടെ ഉറവിടം ഭരണകക്ഷിയോ അവരുടെ സൈബർ വിങ്ങുകളോ ആണെങ്കിൽ പോലീസ് ഇരുട്ടിൽ തപ്പുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം മുതൽ ഏറ്റവും ഒടുവിൽ പാണക്കാട് തങ്ങൾക്കെതിരെയുള്ള സൈബർ ആക്രമണം വരെ എത്തി നിൽക്കുമ്പോൾ പ്രതികളെ കണ്ടെത്താൻ എന്തേ വൈകുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. രാഷ്ട്രീയ സംരക്ഷണം ക്രിമിനലുകൾക്ക് കവചമൊരുക്കുന്നതാണ് സമീപരീതികൾ. കഴിഞ്ഞ ദിവസം പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ ഉയർന്ന വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റിൽ പെരിന്തൽമണ്ണ സ്വദേശിയായ കാപ്പ കേസ് പ്രതിയിലേക്കാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. എന്നാൽ ഇത് സത്യമാണോ? ഇതിനു പിന്നിലെ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തു എന്നത് അവ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ വ്യാജ ഐഡന്റിറ്റികളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ വൻകിട സംവിധാനങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള വ്യാജ പോസ്റ്റുകൾ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അപകടകരമാണ്. ഈ ഐഡികളുടെ ഉറവിടം കണ്ടെത്തുക എന്നത് അനിവാര്യമാണ്. കുറ്റവാളികൾ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഇന്നും പഴയ രീതികളിൽ തളച്ചിടപ്പെടുകയാണ്. വിദേശ സെർവറുകളുടെ മറവിൽ ഒളിച്ചിരിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കൂടുതൽ കരുത്തുറ്റ സൈബർ സെല്ലുകളും ആധുനിക സംവിധാനങ്ങളും പോലീസിന് ലഭ്യമാക്കണം. പാണക്കാട് തങ്ങളെ പോലെയുള്ള ഉന്നതരായ വ്യക്തിത്വങ്ങൾക്കെതിരെ പോലും ഇത്തരത്തിൽ ഹീനമായ ആക്രമണം നടക്കുമ്പോൾ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന അക്കൗണ്ടുകൾക്ക് പിന്നിലെ യഥാർത്ഥ മുഖങ്ങളെ പുറത്തു കൊണ്ടുവന്നേ മതിയാകൂ. നിയമത്തിന് കണ്ണടക്കാൻ സാധിക്കില്ല. കാരണം ഇത് വെറും ഒരു പോസ്റ്റല്ല, സമൂഹത്തിന്റെ സമാധാനത്തിന് നേരെയുള്ള ആക്രമണമാണ്. ഇവിടെന്താ വല്ല യുദ്ധവും നടന്നോ? പട്ടാളത്തിന്റെ മുഖം ഇരിക്കുന്നു. പണ്ട് പഠിച്ച ആരൊക്കെ ആയിട്ട് ഓൺലൈൻ മീറ്റിംഗ് എന്തോ ഉണ്ടായിരുന്നു. രാവിലെ തുടങ്ങി ഫോൺ സ്പീഡിലെന്ന് പറഞ്ഞ് കലിപ്പില്ല. ഹലോ, സുഖമാണോ? ഓർമ്മയുണ്ടോ? ബന്ധങ്ങളിൽ കൈക്കുള്ളിൽ സുരക്ഷിതമാവട്ടെ. ഗൾഫ് ഓൺ ഡിജിറ്റൽ ഹബ്.